Y Limited had issued 4 lakh equity shares of rupees 10 each. The company has the following balances. First one, general reserve 2,60,000, security premium rupees 1 lakh, capital redemption reserve rupees 1,40,000, profit and loss account 6 lakh. The company resolved to issue bonus shares at 1 share for every 5 share held. Journalize. ഇത്രയാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് ഫണ്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ബോണസ് ഷെയറിന്റെ ഇഷ്യൂ നടത്താൻ ആവശ്യമായ കുറച്ച് ഫണ്ടുകളാണ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ പിന്നെ പറയുന്നത് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് കമ്പനി എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ തീരുമാനിച്ചു. പക്ഷെ ബോണസ് ഷെയറിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ 5 ഷെയറും കൈവശം വെക്കുന്ന ആൾക്ക് ഒരു ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഓരോ 5 ഷെയറും നിലവിൽ 5 ഷെയർ കൈവശം വെക്കുന്ന ഒരാൾക്ക് ഒരു ഷെയർ ബോണസ് ആയിട്ട് കിട്ടും. അതാണ് റേഷ്യോ. അപ്പൊ അതിനെ നമുക്ക് ബോണസിന്റെ റേഷ്യോ ഉണ്ടാക്കണം. അത് വെച്ചിട്ട് ബോണസ് റേഷ്യോ ഉണ്ടാക്കാം. എന്താണ് ആ റേഷ്യോ? ഓരോ 5 ഷെയറിനും ഒരു ഷെയർ വീതം. അപ്പോൾ 1/5 എന്താണെന്ത് ആ റേഷ്യോ. ദ കമ്പനി റിസോൾവ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ് അറ്റ് 1 ഷെയർ ഫോർ എവരി 5 ഷെയർ ഹെൽഡ്. ഓരോ 5 ഷെയറിനും ഒരു ഷെയർ വീതം കൊടുക്കുന്നു. 5 ഷെയറിന് 1. ഓക്കെ, അങ്ങനെയെങ്കിൽ അതുകൊണ്ട് തന്നെ therefore ടോട്ടൽ ബോണസ് ഷെയർ ഇഷ്യൂഡ് എത്രയായിരിക്കും? ടോട്ടൽ ബോണസ് ഷെയർസ് എത്രയായിരിക്കും? നിലവിൽ കമ്പനിയുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്? 4 ലക്ഷം ഷെയർ ഉണ്ട് അല്ലെ? 4 ലക്ഷം ഇല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറ. 4 ലക്ഷം ഷെയർ ഉണ്ട്. ഓക്കെ, അപ്പൊ 4 ലക്ഷം ഷെയർസിന് എത്ര ബോണസ് കിട്ടും എന്ന് കണ്ടെത്തണം. നമുക്കറിയാം 5 ഷെയറിന് 1 കിട്ടും. അപ്പൊ 4 ലക്ഷം ഷെയർസിന് എത്ര ബോണസ് കിട്ടും എങ്ങനെ കണ്ടെത്തും? 4 ലക്ഷം ഇൻറ്റു 1/5 80,000. ഓക്കെ, 80,000 ഷെയർസ് കിട്ടും. ഇനി 80,000 ഷെയർസിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് വേണം? ഒരു ഷെയറിന്റെ വില 10 രൂപ. അപ്പൊ 80,000 ഷെയർസിന് എത്ര എമൗണ്ട് വേണം? എമൗണ്ട് റിക്വയർഡ് 80,000 ഷെയർസിന് എത്ര എമൗണ്ട് വേണം? 80,000 ഇൻറ്റു 10 8 ലക്ഷം രൂപ വേണം. 8 ലക്ഷം രൂപ വേണം. 8 ലക്ഷം രൂപയ്ക്കുള്ള ഫണ്ട് ഉണ്ടോ ഇനി നോക്കണം. ഫസ്റ്റ് ജസ്റ്റ് നോക്കുക. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിന്റെ ടോട്ടൽ എന്ന് കൂട്ടി നോക്കിയാൽ മതി. 2,60,000, 1 ലക്ഷം, അപ്പൊ 3,60,000 പ്ലസ് 1,40,000, ദെൻ 6 ലക്ഷം. അപ്പൊ മൊത്തം നമുക്ക് 8 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട് അല്ലെ? കാരണം 6 ലക്ഷം തന്നെ താഴെ ഒരു വലിയൊരു എമൗണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ആകെ 8 ലക്ഷം ആവശ്യമുള്ളൂ. ആ 8 ലക്ഷം രൂപ നമ്മൾ ആ ഫണ്ടുകളിൽ നിന്ന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പുതിയ ഷെയർ ഇഷ്യൂ നടത്തും. ആദ്യം ബോണസ് റേഷ്യോ എങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യനിലെ 5 ഷെയറിന് ഒരു ഷെയർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബോണസ് റേഷ്യോ 1/5. അത് വെച്ചിട്ട് നമ്മൾ ഈ പ്രോബ്ലത്തിൽ എത്ര ബോണസ് ഷെയറിന്റെ ഇഷ്യൂ നടത്തുന്നുണ്ടല്ലോ എണ്ണം കണ്ടുപിടിക്കണം. മൊത്തം ഷെയറിന്റെ എണ്ണം 4 ലക്ഷമാണ്. അതുകൊണ്ട് 4 ലക്ഷം ഇൻറ്റു 1/5 80,000 ബോണസ് ഷെയർസ് ആണ് ഇഷ്യൂ നടത്തുന്നത്. 80,000 ബോണസ് ഷെയർസിന് 10 രൂപ വെച്ച് 8 lakh rupees നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിനുള്ള ജേണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് എൻട്രി ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് ഈ 8 ലക്ഷം രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ബോണസ് അക്കൗണ്ടിലേക്ക് 8 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം, ജനറൽ റിസർവ് നിന്ന് എടുക്കാം. ജനറൽ റിസർവ് നിന്ന് എത്ര? 2,60,000 എടുക്കാം. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 2,60,000. ഓക്കെ, ഇനിയും വേണം എമൗണ്ട്. അപ്പൊ അടുത്ത അക്കൗണ്ട് എടുക്കുക. ഏത്? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ. സെക്യൂരിറ്റി പ്രീമിയത്തിൽ എത്രയുണ്ട്? 1 ലക്ഷം. അപ്പോൾ എത്രയായി? 3,60,000 ആയി. ഓക്കെ, ഇനിയും വേണം. അപ്പൊ അടുത്ത അക്കൗണ്ട് നോക്കുക. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് CRR അക്കൗണ്ട്. ക്യാപിറ്റൽ റിഡംഷൻ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? 3,60,000 പ്ലസ് 1,40,000. അപ്പൊ എത്ര ആയി? 2,60,000 പ്ലസ് 1 ലക്ഷം 3,60,000 പ്ലസ് 1,40,000 എത്രയായി? 5 ലക്ഷം രൂപയായി അല്ലെ? ഇനിയും നമുക്ക് ബാക്കി എത്ര വേണം?
3 ലക്ഷം രൂപ വേണം. നോക്കുക അതിനുള്ള എമൗണ്ട് ഉണ്ടോ നോക്കാം. ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? 6 ലക്ഷം രൂപയുണ്ട്. പക്ഷെ നമുക്ക് 6 ലക്ഷം രൂപ ഇവിടെ ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ ഇനി നമുക്ക് എത്ര ആവശ്യമുള്ളൂ? എത്ര ആവശ്യമുള്ളൂ ഇനി? 3 ലാക്ക്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 6 ലക്ഷം ഉള്ളത് കൊണ്ട് നിങ്ങൾ അതുപോലെ 6 ലക്ഷം ഇവിടെ കൊണ്ടുപോയി എഴുതരുത്. നമുക്ക് ഇവിടെ ആവശ്യം 3 ലക്ഷം ഉള്ളൂ. അതുകൊണ്ട് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് 3 ലാക്ക്. നമുക്ക് ആവശ്യമുള്ളത് ഇതാവും. ഓക്കെ. ദെൻ 2 എങ്ങോട്ട്? ഏത് അക്കൗണ്ടിലേക്ക്? ബോണസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ടു ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് 8 lakh. ഓക്കെ. ഇത് ഒരു എക്സാമിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ തെറ്റിക്കുക എവിടെ ആയിരിക്കും അറിയോ? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾ 6 ലാക്ക് ചെയ്തു. പൊതുവെ അങ്ങനെയാണ് തെറ്റിക്കുക. അങ്ങനെ കാണാറുണ്ട്. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ 6 ലാക്ക് ക്വസ്റ്റ്യനിലുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ആവശ്യം എത്രയേ ഉള്ളൂ? 3 ലാക്കേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് മാത്രമേ അവിടെ എഴുതാവൂ. കാരണം ബോണസ് ഇഷ്യൂ നടത്തുവാൻ നമുക്ക് മൊത്തം 8 ലക്ഷം രൂപ മതി. അത് ഇത്രയും എമൗണ്ട് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് 5 ലക്ഷം രൂപ ആയി. ബാക്കി 3 ലക്ഷം ആവശ്യമുള്ളൂ. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുക. അല്ലാതെ ക്വസ്റ്റ്യനിൽ കാണുന്ന അതേ എമൗണ്ട് എടുത്ത് എഴുതുകയല്ല വേണ്ടത്. ആവശ്യമുള്ള എമൗണ്ട് എടുത്ത് എഴുതാവൂ. ഓക്കെ. നരേഷൻ എഴുതിക്കോ. എന്താ നരേഷൻ? ബോണസ് ഷെയർസ് ഇഷ്യൂഡ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അല്ലെങ്കിൽ എൻട്രിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. സ്വാഭാവിക എൻട്രി. എന്താണ് എൻട്രി? സെക്കൻഡ് എൻട്രി. ഷെയറിന്റെ ഇഷ്യൂനുള്ള എൻട്രി അല്ലേ? എന്താണ് കേസിൽ? അത് ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ലാസ്റ്റ് എൻട്രി ഇത് ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എമൗണ്ട് ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. എമൗണ്ട് വരുന്നത് സെയിം 8 lakh. നരേഷൻ എന്താണ്? ബീയിങ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബീയിങ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബീയിങ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ഓക്കെ.